എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സെക്ഷൻ നമ്മൾ പറയുന്നത് ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ് ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. പോയിന്റ് ബൈ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണ്. ചോദ്യങ്ങൾ എക്സാമിന് വരുന്നൊരു പോർഷനാണ്. ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയായിരിക്കുമല്ലോ, ഈ പേഴ്സണൽ നേച്ചറുള്ള കറസ്പോണ്ടൻസ് അല്ല, ഒഫീഷ്യൽ നേച്ചറുള്ളതാണ്, ഫോർമൽ നേച്ചറുള്ളതാണ്. അയക്കുന്നത് അല്ലെങ്കിൽ ചെന്നെത്തുന്നത് ഒരു ഗവൺമെൻറ് സ്ഥാപനമോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ഒക്കെ ആയിരിക്കും. IGS ഒക്കെ വെച്ച് വരുമല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ട്, വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിന് കുറച്ച് കാര്യങ്ങൾ അതിൻ്റേതായിട്ടുണ്ട്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള നോർമൽ ആർട്ടിക്കിൾസുമായിട്ട്. ആദ്യത്തെ പോയിന്റ് നോക്കിയേ, ദ കണ്ടീഷൻസ് ഫോർ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ് ആർ ദ സെയിം ആസ് നോൺ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ്. ഒരു സിമിലാരിറ്റിയാണ് ആദ്യം പറയുന്നത്. അതായത് ഇതിൻ്റെ ഈ പോസ്റ്റേജ് റേറ്റ്, ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിൻ്റെ പോസ്റ്റേജ് റേറ്റ്, പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് വെയിറ്റ്, പിന്നെ ഈ ഡയമെൻഷൻസ്, ഇതൊക്കെ സെയിം ആണ്. നോൺ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിനോട് സെയിം ആണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അടുത്ത പോയിന്റ് നോക്കേ, ഒഫീഷ്യൽ പാഴ്സൽസ് കണ്ടെയ്നിങ് ഓഫീസ് ഫയൽസ് മേ കണ്ടെയ്ൻ മോർ ദാൻ വൺ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ provided that no one file shall contain more than one written communication. അതായത് ഇതൊരു വ്യത്യസ്തതയാണ് ഒഫീഷ്യൽ ആർട്ടിക്കിൾ ടൈപ്പിന് ഓർഡിനറി ആർട്ടിക്കിൾ ടൈപ്പിൽ നിന്നുള്ളൊരു വ്യത്യസ്തത. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാഴ്സലിൻ്റെ കേസിൽ ഒരൊറ്റ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. പക്ഷേ ഒഫീഷ്യൽ പാഴ്സലിൻ്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്ക് മോർ ദാൻ വൺ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വയ്ക്കാം. പക്ഷേ ചെറിയൊരു കണ്ടീഷൻ കൂടെ ചേർക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, പ്രൊവൈഡ് ദാറ്റ് നോ വൺ ഫയൽ ഷാൽ കണ്ടെയ്ൻ മോർ ദാൻ വൺ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ ഒഫീഷ്യൽ പാഴ്സലിനകത്ത് ഒരുപാട് ഓഫീസ് ഫയൽസ് ഉണ്ടാവും, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ഓഫീസ് ഫയൽസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഫയലിലും ഓരോ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് മോർ ദാൻ വൺ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അനുവദനീയമാണ്. അതാണ് പറഞ്ഞത്, ഈ ഒരുപാട് ഓഫീസ് ഫയൽസ് ഉള്ള ഒഫീഷ്യൽ പാഴ്സലിനകത്ത് ഒന്നിൽ കൂടുതൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസ് പറ്റും. പക്ഷേ ഒരു ഫയലിൽ ഒരു ഫയലിൽ ഒന്നിൽ കൂടുതൽ പറ്റത്തില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒഫീഷ്യൽ പാഴ്സൽസിനകത്ത് ഒന്നിൽ കൂടുതൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വെക്കാം. അത് ഈ ഓരോ ഓഫീസ് ഫയൽസിനകത്തും ഓരോന്ന് വെച്ചിട്ടാണ്, ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് അത് പറയുന്നത്. അതാ ആ പോയിന്റ്, പ്രൊവൈഡ് ദാറ്റ് നോ വൺ ഫയൽ ഷാൽ കണ്ടെയ്ൻ മോർ ദാൻ വൺ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. മോർ ദാൻ വൺ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അനുവദനീയമാണ്. പക്ഷേ ഒരു ഫയലിനകത്ത് ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ വേണം അയക്കാനായിട്ട്. അടുത്ത പോയിന്റ് പറയുന്നത് സൂപ്പർസ്ക്രിപ്ഷനാണ്. അതായത് ഈ സർവീസ് സ്റ്റാമ്പുകൾ ഉപയോഗിക്കാൻ എൻഡേറ്റിലേപ്പെട്ടുള്ള ഗവൺമെൻറ് ഓഫീസേഴ്സാണ് അയക്കുന്നതെങ്കിൽ IGS, ഓൺ ഇന്ത്യൻ ഗവൺമെൻറ് സർവീസ് എന്ന സൂപ്പർസ്ക്രിപ്ഷൻ വേണം ആ ഒരു ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിളിനകത്ത്. അല്ലെങ്കിൽ ഓൺ സർവീസ്, അതാർക്കാ, ഈ ഗവൺമെൻറ് ഓഫീസേഴ്സ് അല്ലാത്ത എന്നാൽ സർവീസ് സ്റ്റാമ്പുകൾ ഉപയോഗിക്കാൻ എൻഡേറ്റിലേപ്പെട്ടുള്ള ആൾക്കാരയക്കുമ്പോഴത്തേക്കും ഓൺ സർവീസ് എന്ന സൂപ്പർസ്ക്രിപ്ഷൻ വേണം, മാൻഡേറ്ററി ആണ്. അടുത്ത പോയിന്റ് പറയുന്നത്, സൂപ്പർസ്ക്രിപ്ഷൻ മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ ദ സിഗ്നേച്ചർ ആൻഡ് ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ഇൻ ദ ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ ആർട്ടിക്കിൾ. അതായത് സൂപ്പർസ്ക്രിപ്ഷനൊക്കെ ഓക്കെ, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ ആർട്ടിക്കിളിനകത്ത് സിഗ്നേച്ചർ വേണം, ഒഫീഷ്യൽ ഡെസിഗ്നേഷനും വേണം ഈ അയക്കുന്ന ഒഫീഷ്യലിൻ്റെ. ഈ പറഞ്ഞ കാര്യം നമ്മൾ എന്നും കാണുന്നതാണ്. IGS ലെറ്റേഴ്സിൻ്റെ ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണറിനകത്ത് ഒരു സീൽ രൂപത്തിലായിരിക്കും മിക്കവാറും കാണുന്നത്. ഈ അയച്ച ആളുടെ സിഗ്നേച്ചർ, പിന്നെ ഈ ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ, ഇപ്പോൾ താലൂക്ക്, തഹസിൽദാർ, ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പോസ്റ്റ് മാസ്റ്റേഴ്സ് മേ റെക്കഗ്നൈസ് abbreviated designations provided they are generally known, but the officials cannot claim it because by rule the designation shall be entered in full. ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് റൂൾ പ്രകാരം ഫുള്ളായിട്ട് വേണം എന്നുള്ളതാണ്. പക്ഷേ ഈ അബ്രിവിയേറ്റഡ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിൽ, അതായത് ചുരുക്ക രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഡെസിഗ്നേഷൻ്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ് മാസ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്താൽ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്താൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അത് ഫുള്ളായിട്ട് എൻട്രി ചെയ്യണം എന്നുള്ളതാണ് റൂള്. അടുത്ത പോയിന്റ് പറയുന്നത്, പോസ്റ്റ് മാസ്റ്റേഴ്സ് മേ റെക്കഗ്നൈസ് ദ ഫാസിമിലി expression of signature made by means of stamps but not such impressions when the graphic or otherwise produced. അതായത് ഈ ഇംപ്രഷൻസ് ഒക്കെ ഉണ്ടാക്കുമല്ലോ അതിനകത്ത്, നമ്മൾ ഈ ഒപ്പ്, സിഗ്നേച്ചർ, ഡെസിഗ്നേഷൻ നെയിം, ഇതൊക്കെ മിക്കവാറും ഈ അച്ചായിരിക്കും. അതായത് എപ്പോഴും എടുത്ത് ഒരാളിങ്ങനെ ഒപ്പിട്ടിട്ട് അതിനകത്ത് ഡെസിഗ്നേഷൻ പേരൊന്നും എഴുതാക്കത്തില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ ഒരുപാട് ലെറ്റേഴ്സ് ബൾക്കായിട്ടാണ് ഈ ഗവൺമെൻറ് ഓഫീസിൽ നിന്നൊക്കെ അയക്കുന്നത്. അപ്പോൾ അവർ ഇതിൻ്റെയൊക്കെ ഒരു അച്ചുണ്ടാക്കി വയ്ക്കും, സീല് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അത് അടിച്ചിട്ടാണെങ്കിലും ഇടുക. ഈ സിഗ്നേച്ചറിൻ്റെ രൂപത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഡെസിഗ്നേഷൻ്റെ പേരായിക്കോട്ടെ, അതെല്ലാം ഒരു സ്റ്റാമ്പ് അല്ലെങ്കിൽ സീല് രൂപത്തിലാണ്. അപ്പോൾ അതൊക്കെ അനുവദിക്കും, അതൊക്കെ പോസ്റ്റ് മാസ്റ്റർ ചെക്ക് ചെയ്തിട്ട് അനുവദിക്കും. പക്ഷേ ഈ ഗ്രാഫിക്കലി അതുപോലത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇംപ്രഷൻസ് പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്.
ഇംപ്രഷൻസ് ഓഫ് സിഗ്നേച്ചർ മെയ്ഡ് ബൈ മീൻസ് ഓഫ് സ്റ്റാമ്പ്സ് അത് അനുവദിക്കും. ബട്ട് നോട്ട് സച്ച് ഇംപ്രഷൻസ് വെൻ ദ ഗ്രാഫിക് ഓർ അതർവൈസ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ള പോയിന്റാണ് ആ പറഞ്ഞത്. സർവീസ് സ്റ്റാമ്പ്സ് അഫിക്സഡ് വിച്ച് ഡസ് നോട്ട് ബിയർ ദ സബ്സ്ക്രിപ്ഷൻ സപ്പോർട്ടഡ് ബൈ ദ സിഗ്നേച്ചർ ആൻഡ് ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ഓഫ് ദ സെൻഡർ വിൽ നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ബൈ ദ പോസ്റ്റ് ഓഫീസ് ഇൻ ദ പേയ്മെന്റ് ഓഫ് പോസ്റ്റേജ്. അതായത് ഈ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് വന്നു, പക്ഷേ അതിനകത്ത് ഈ സൂപ്പർസ്ക്രിപ്ഷൻ ഇല്ല, അതിനെ സപ്പോർട്ട് ചെയ്ത് സിഗ്നേച്ചർ ഇല്ല, ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ഇല്ല, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കേസാകുമ്പോഴത്തേക്ക് നമ്മളത് പരിഗണിക്കത്തില്ല. ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ് ആയിട്ട് പരിഗണിക്കത്തില്ല, അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള പരിഗണന കൊടുക്കത്തില്ല. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഡെലിവറി ആൻഡ് റീഡയറക്ഷൻ ഓഫ് ദ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ് ആർ ഗവേൺഡ് ബൈ ദ ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ഓഫ് ദ അഡ്രസ് ഇവൻ ഗീവൺ. അതായത് ഈ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിൻ്റെ ഡെലിവറി ആയിക്കോട്ടെ, അത് പിന്നെ റീഡയറക്റ്റ് ചെയ്യുന്ന കേസായിക്കോട്ടെ, അപ്പോഴെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒഫീഷ്യൽ ഡെസിഗ്നേഷനെയാണ്. മനസ്സിലായില്ലേ? അതിനാണ് നമ്മൾ ഊന്നൽ കൊടുത്ത് ഡെലിവറി അല്ലെങ്കിൽ റീഡയറക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, ഇങ്ങനെ നമ്മൾ ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ നോക്കിയിട്ടാണ് അത് എയിം ചെയ്തിട്ടാണ് ഡെലിവറി പിന്നെ റീഡയറക്റ്റ് ചെയ്യുന്നെങ്കിൽ റീഡയറക്ഷൻ ഇതൊക്കെ നടത്തുന്നത് ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിൻ്റെ. ഇനി അടുത്ത അൺപെയ്ഡ് ആൻഡ് ഇൻസഫിഷ്യൻറ്റ്ലി പെയ്ഡ് ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, എന്ത് പെനാൽറ്റി മേടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ഡെഫിഷ്യൻസിയാണ്. എത്ര കുറവ് അത്ര നമ്മൾ ഈടാക്കും. സിംഗിൾ ഡെഫിഷ്യൻസിയാണ്, അത് വ്യത്യസ്തതയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിൻ്റെ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക, സിംഗിൾ ഡെഫിഷ്യൻസിയാണ് നമ്മൾ അൺപെയ്ഡ് ആൻഡ് ഇൻസഫിഷ്യൻറ്റ്ലി പെയ്ഡ് ഒഫീഷ്യൽ ആർട്ടിക്കിൾസിന് ചാർജ് ചെയ്യുക. അതായത് ഒന്നും ഒട്ടിക്കാതെ വിടുമ്പോഴത്തേക്ക് അൺപെയ്ഡ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ പ്രീപെയ്ഡ് റേറ്റ് മേടിക്കും. പിന്നെ ഇൻസഫിഷ്യൻറ്റ്ലി ആകുമ്പോഴത്തേക്കും എത്ര കുറവുണ്ടോ അത് മാത്രം മേടിക്കും. അടുത്ത് പറയുന്നത് പ്രീപേയ്മെൻറ്റ് ഓഫ് പോസ്റ്റേജ് ഓൺ പാഴ്സൽസ് ഈസ് കമ്പൾസറി. പാഴ്സൽസിൻ്റെ കേസിൽ പ്രീപേയ്മെൻറ്റ് ഓഫ് പോസ്റ്റേജ് കമ്പൾസറി ആണ്. അല്ലാതെ ലെറ്ററിൻ്റെ കണക്കത്തുള്ള ഈ കുറവ് അൺപെയ്ഡ് അങ്ങനെ നമുക്കത്തില്ല. പാഴ്സലിൻ്റെ കേസിൽ പ്രീപേയ്മെൻറ്റ് ഓഫ് പോസ്റ്റേജ് കമ്പൾസറിയാണ്. സർവീസ് സ്റ്റാമ്പ്സ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് പോസ്റ്റേജ് ഡ്യൂ ഓൺ സച്ച് ആർട്ടിക്കിൾസ്. ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിൻ്റെ കേസിൽ ഡ്യൂ വരികയെന്ന് വെച്ചാൽ കൂലി വരിക. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ചോദിക്കുമ്പോഴത്തേക്കും, കൂലി എമൗണ്ട് ചോദിക്കുമ്പോഴത്തേക്കും സർവീസ് സ്റ്റാമ്പായിട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്നർത്ഥം. സർവീസ് സ്റ്റാമ്പിൻ്റെ രൂപത്തിൽ നമ്മൾ ആ കൂലി മേടിക്കത്തില്ല, പൈസ ആയിട്ട് തന്നെ വേണമെന്നർത്ഥം. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ്, ഈ ഓർഡിനറി പോസ്റ്റേജ് സ്റ്റാമ്പ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സർവീസ് സ്റ്റാമ്പ് ഓൺ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ്. ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിനകത്ത് സർവീസ് സ്റ്റാമ്പുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഓർഡിനറി പോസ്റ്റേജ് സ്റ്റാമ്പ് ഒട്ടിച്ച് വന്നാൽ എന്ത് ചെയ്യും? അത് നമ്മൾ പ്രാക്ടിക്കലിയും അറിഞ്ഞിരിക്കേണ്ട നല്ലതാണ്, അതിവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ, ദ ആർട്ടിക്കിൾ വിൽ ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾ ബൈ ദ പോസ്റ്റ് ഓഫീസ്. നമ്മളതൊരു ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിളായിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യും, നമ്മളതിനെ അംഗീകരിക്കും. പക്ഷേ ബട്ട് ദ ഇറഗുലാരിറ്റി വിൽ ബി ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദ ഓഫീസർ കൺസേൺ ഇഫ് ഫ്രീക്വൻറ്റ് ഇക്വറൻസ്. പക്ഷേ ഇതിനിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കത്ര നല്ലതല്ല. നമ്മളത് ആ അധികാരിയുടെ ആരാണോ അയക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും ഇങ്ങനെ ഇറഗുലാരിറ്റി വരുന്നുണ്ടെന്നുള്ള കാര്യം. ദ എമൗണ്ട് ഓഫ് പോസ്റ്റേജ് മാർക്ക്ഡ് ആസ് ഡ്യൂ ഓൺ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾ ഷുഡ് ബി ഇനിഷ്യൽഡ് ബൈ ദ പോസ്റ്റ് മാസ്റ്റർ ഓഫ് ദ ഓഫീസ് ഓർ ദ ഓഫീസർ ഓതറൈസ്ഡ്. അതായത് ഈ ഡ്യൂ വരുമല്ല, എമൗണ്ട് ഓഫ് പോസ്റ്റേജ് ഡ്യൂ, കൂലി വരുന്നത് ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് ഇനിഷ്യലി ചെയ്യണം പോസ്റ്റ് മാസ്റ്ററോ അല്ലെങ്കിൽ അത് ചെയ്യാൻ ഓതറൈസ് ചെയ്യപ്പെട്ടുള്ള ഓഫീസിലുള്ള ഏതെങ്കിലും ഓഫീസറോ. ഈ ഡ്യൂ എന്നൊക്കെ പറയുന്നത് പിടികിട്ടുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ എന്തെങ്കിലും സ്റ്റാമ്പുകൾ കുറവ് വന്ന് അൺപെയ്ഡ് ഉണ്ട്, അപ്പോൾ നമ്മുടെ അവിടെ കൂലി അടിക്കത്തില്ലേ, ഒരു സീലൊക്കെ അടിച്ചിട്ട് നമ്മൾ എമൗണ്ടൊക്കെ എഴുതി ഇത്ര കൂലി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഡ്യൂ എമൗണ്ട് എഴുതുമ്പോഴത്തേക്ക് അത് ഇനിഷ്യലി ചെയ്യണം പോസ്റ്റ് മാസ്റ്ററോ അല്ലെങ്കിൽ അതിന് ഓതറൈസ് ചെയ്യപ്പെട്ടുള്ള ഓഫീസറോ. അടുത്തത് കറസ്പോണ്ടൻസ് സെൻഡ് ബൈ ആൻ ഓഫീസർ ഓഫ് എ ലോക്കൽ ഫണ്ട് അതോറിറ്റി സച്ച് എസ് പ്രസിഡൻറ്റ് or secretary of a local fund committee is not considered official correspondence. അതായത് ഇതൊരു കേസാണ്. ലോക്കൽ ഫണ്ട് അതോറിറ്റിയുടെ ലോക്കൽ ഫണ്ട് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി ഇവരൊക്കെ അയക്കുന്ന കത്തുകൾ ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ആയിട്ട് കൂട്ടത്തില്ല, ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ആയിട്ട് കരുതത്തില്ല. അങ്ങനെയുള്ളൊരു പോയിന്റാണ്. ലോക്കൽ ഫണ്ട് അതോറിറ്റി, ഈ ലോക്കൽ ഫണ്ട് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് ഈ ലോക്കൽ ഫണ്ടുകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് മുനിസിപ്പാലിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ടീമാണ്. നമ്മൾ ആ ലോക്കൽ ഫണ്ട് അതോറിറ്റി അല്ലെങ്കിൽ ലോക്കൽ ഫണ്ട് കമ്മിറ്റിയുടെയൊക്കെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ഒക്കെ അയക്കുന്ന കറസ്പോണ്ടൻസ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ആയിട്ട് കൂട്ടത്തില്ല എന്ന് മാത്രം അങ്ങ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പക്ഷെ അടുത്തൊരു പോയിന്റ് പറഞ്ഞു നോക്കുക, ഹവർ എന്നിരുന്നാലും ദ കറസ്പോണ്ടൻസ് സെൻഡ് ബൈ ഗവൺമെൻറ് ഓഫീസർ ടു ലോക്കൽ ഫണ്ട് കമ്മിറ്റി മേ ബി കൺസിഡേർഡ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസ്. ഇപ്പോൾ ഈ ലോക്കൽ ഫണ്ട് കമ്മിറ്റി, അതായത് ലോക്കൽ ഫണ്ടുകളൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്
പരിശോധിക്കുന്നതൊക്കെ ലോക്കൽ ഫണ്ട് കമ്മിറ്റി, അവർ അയക്കുന്ന കത്തുകൾ ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ആയിട്ട് കൂട്ടത്തില്ല. പക്ഷേ അവർക്ക് ഒരു ഗവൺമെൻറ് ഓഫീസർ അയക്കുന്ന കത്തുകൾ ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് തന്നെയാണ്, അങ്ങനെ തന്നെ കരുതപ്പെടും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരി അത്ര ടഫായിട്ടുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ആദ്യം പറഞ്ഞത് കണ്ടീഷൻസ് ഫോർ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ് ആർ ദ സെയിം അസ് നോൺ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ്. അതായത് ഈ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിൻ്റെ പോസ്റ്റേജ് റേറ്റുകൾ, ബാക്കിയുള്ള കണ്ടീഷൻസ്, ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം നോൺ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസുമായിട്ട് സമമാണ്, തുല്യമാണ്. പിന്നെ പറഞ്ഞത് ഒഫീഷ്യൽ പാഴ്സൽസിൻ്റെ കേസിലാണ് ഒന്നിൽ കൂടുതൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസ് വെക്കാൻ പറ്റും. പക്ഷേ ഒരു ഫയലിനകത്ത് ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ മാത്രമേ പാടുള്ളൂ. പിന്നെ സൂപ്പർസ്ക്രിപ്ഷൻ, ഗവൺമെൻറ് ഓഫീസേഴ്സ് സർവീസ് സ്റ്റാമ്പുകൾ ഉപയോഗിക്കാൻ ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫീസേഴ്സ് അയക്കുമ്പോഴത്തേക്കും ഓൺ IGS, ഓൺ ഇന്ത്യൻ ഗവൺമെൻറ് സർവീസിന് സൂപ്പർസ്ക്രിപ്ഷൻ വേണം. പിന്നെ ഗവൺമെൻറ് ഓഫീസേഴ്സ് അല്ലാത്ത എന്ന സർവീസ് സ്റ്റാമ്പുകൾ ഉപയോഗിക്കാൻ അധികാരപ്പെട്ടുള്ള ആൾക്കാർ അയക്കുമ്പോഴത്തേക്കും ഓൺ സർവീസ്. പിന്നെ ഈ സൂപ്പർസ്ക്രിപ്ഷൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിഗ്നേച്ചർ വേണം, ഒഫീഷ്യൽ ഡെസിഗ്നേഷനും വേണം. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ ആർട്ടിക്കിളിനാണ്. പിന്നെ അബ്രിവിയേഷൻസ് ഫുള്ളായിട്ട് തന്നെ എഴുതണമെന്നാണ് റൂള്. എന്നാൽ ഈ ചുരുക്കരൂപം പറ്റും, പക്ഷേ അത് പോസ്റ്റ് മാസ്റ്റർ റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. പിന്നെ പറഞ്ഞത് ഫെസിമിലി ഇംപ്രഷൻ, അതായത് ഈ സിഗ്നേച്ചറിൻ്റെ ഒക്കെ ഡെസിഗ്നേഷൻ്റെ ഒക്കെ സീലുകൾ വെക്കാം, പക്ഷേ അത് ഒരു സ്റ്റാമ്പ് രൂപത്തിലുള്ളൊരു അച്ചൊക്കെ ആയിരിക്കണം, അല്ലാതെ ഈ ഗ്രാഫിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ സർവീസ് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷേ സൂപ്പർസ്ക്രിപ്ഷൻ ഇല്ല, സിഗ്നേച്ചർ ഇല്ല, ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ഇല്ല. അങ്ങനെയുള്ള കേസിലൊക്കെ അതൊരു ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിളായിട്ട് കണക്കാക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡെലിവറി, പിന്നെ റീഡയറക്ഷൻ, ഈ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിൻ്റെ ഒക്കെ ഡെലിവറിയും റീഡയറക്ഷനൊക്കെ അതിൻ്റെ ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ, ആ അഡ്രസ്സിയുടെ ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ നോക്കിയിട്ടാണ്, അതിനെ എയിം ചെയ്തിട്ടാണ്, അതിന് ഫോക്കസ് കൊടുത്തിട്ടാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. പിന്നെ അൺപെയ്ഡ് ആൻഡ് ഇൻസഫിഷ്യൻ്റ്ലി പെയ്ഡ് ഒഫീഷ്യൽ ആർട്ടിക്കിൾസിന് എന്ത് ചെയ്യും, എന്ത് പെനാൽറ്റി മേടിക്കും, സിംഗിൾ ഡെഫിഷ്യൻസി, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പിന്നെ പാഴ്സലിൻ്റെ കേസിൽ പ്രീ പേയ്മെൻറ്റ് ഓഫ് പോസ്റ്റേജ് കമ്പൾസറിയാണ്. പിന്നെ പറഞ്ഞത് ഈ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിന് മേലിൽ കൂലി വരുമല്ലോ, ഡ്യൂ വരുമല്ലോ. അപ്പോൾ ആ ഡ്യൂ ഒരിക്കലും സർവീസ് സ്റ്റാമ്പുകളായിട്ട് തരാനൊക്കത്തില്ല കസ്റ്റമർക്ക്. നമ്മളവിടെ കൊണ്ട് ഡെലിവറി കൊടുത്തിട്ട് കൂലി വയ്ക്കുമ്പോഴത്തേക്കും സർവീസ് സ്റ്റാമ്പായിട്ട് സർവീസ് സ്റ്റാമ്പ് ഇരിക്കട്ടെ, പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, പൈസ ആയിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞു. പിന്നെ സർവീസ് സ്റ്റാമ്പുകളാണ് ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിനകത്ത് ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞ് ഓർഡിനറി പോസ്റ്റേജ് സ്റ്റാമ്പ് ഒട്ടിച്ച് വിട്ടാൽ എന്ത് ചെയ്യും, അത് നമ്മൾ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിളായിട്ട് തന്നെ കണക്കാക്കും. പക്ഷേ ആ ഒരു ഇറഗുലാരിറ്റി നോട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ അയച്ച ആളെ അറിയിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ അടുത്ത പറഞ്ഞത് ഈ ഡ്യൂ എമൗണ്ട് ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിനകത്ത് മാർക്ക് ചെയ്തിട്ട് അത് പോസ്റ്റ് മാസ്റ്ററോ അല്ലെങ്കിൽ അത് അങ്ങനെ ഇനിഷ്യൽ ചെയ്യാൻ ഓതറൈസ് ചെയ്യപ്പെട്ടുള്ള ഓഫീസറോ ഇനിഷ്യൽ ചെയ്തിരിക്കണം ആ എമൗണ്ട്. പിന്നെ ലോക്കൽ ഫണ്ട് അതോറിറ്റി, ലോക്കൽ ഫണ്ട് കമ്മിറ്റിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് ഇവരൊക്കെ അയക്കുന്ന കറസ്പോണ്ടൻസ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ആയിട്ട് കൂട്ടത്തില്ല. പക്ഷേ അവർക്ക് ഈ ലോക്കൽ ഫണ്ട് കമ്മിറ്റിക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസർ അയക്കുന്ന കറസ്പോണ്ടൻസ് നമ്മൾ ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ആയിട്ട് കണക്കാക്കും. ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.